நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. ഇവിടെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു ഇതിനു മുമ്പും അതിനുശേഷവും ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ഈ വചനം പറഞ്ഞു ഏരാളமான അത്ഭുതങ്ങൾ യേശുവാനവർ ചെയ്തിരിக்கிறார். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ மீட்பராயிருக்கிற கர்த்தராகிய இயேசு கிறிஸ்துவின் நாமத்திലുള്ള இனிய வாழ்த்துக்களை தெரிவித்துக் கொள்கிறோம். നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണത്തെക്കുറിച്ചായിരുന്നു. നാം கடந்த நாட்களிலே எல்லா வசனம் வழியாக பார்த்தது ஏசாயா 42வது அதிகாரத்தில் சொல்லப்பட்டதான ஒரு தீர்க்கதரிசனத்தினுடைய நிறைவேறுதல் மத்தேயுவின் சுவிசேஷம் 12வது அதிகாரத்தில் இருப்பதை குறித்தது. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം പറഞ്ഞു, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്ത പ്രവചനം നിവർത്തിയാകുവാൻ സംഗതി വന്നു എന്ന് വചനം പറയും. மத்தேயுவின் சுவிசேஷம் 12வது அதிகாரம் அதனுடைய 17வது வசனத்தில் விதமாக நாம் பார்க்கிறோம், இதோ நான் தெரிந்து கொண்டதான என்னுடைய தாசன், என்னுடைய உள்ளத்துக்கு பிரியமான என்னுடைய நேசர் அப்படின்னு சொல்லி കഴിഞ്ഞ ഭാഗത്ത് ഇതെന്താണെന്നെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. கடந்த வாரத்தில் இந்த வசனம் ஏன் இப்படி சொல்லப்பட்டது என்றெல்லாம் நாம் விளக்கம் பண்ணி சொன்னோம். അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. அதெல்லாம் உங்களுக்கு மிகவும் ஆசீர்வாதமாக இருந்தது என்று அறிந்ததில் എங்களுக்கு മിക മகிழ்ச்சி. ഇവിടെ നമ്മൾ കണ്ടു, കഴിഞ്ഞ ഭാഗത്തും നമ്മൾ കണ്ടു, ഇവിടെ യേശു രോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ടൊന്നുമല്ല, അതിൻ്റെ സ്പെഷ്യൽ ഡേ ആയ ശബത്തിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. கடந்த வாரத்தில் நாம் பார்த்தோம், அங்கே இயேசுவானவர் ஒரு நோயாளியை சுகமாக்கினதுனால மட்டுமல்ல இப்படி ஒரு காரியம் சொல்லப்பட்டது. அதற்கு மாறாக ஒரு விசேஷித்த நாளிலே தான் இயேசுவானவர் அந்த அற்புதம் செய்தார். அதனால தான் இந்த வசனம் சொல்லப்பட்டிருக்கிறது. ഹല്ലേലൂയ. ആ സ്പെഷ്യൽ ഡേ ശബത്ത്, ആ ശബത്ത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു സ്പെഷ്യൽ ഡേ ശബത്ത്. இந்த ശബത്ത് என்னவென்று சொல்லி நாம் கவனித்தோம். പുറപ്പാട് ദിവസം 16-ാം അധ്യായം 16-ാം വാക്യത്തിനകത്ത് ദൈവം പറയുക, നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. யாத்ராக்கும் புத்தகம் 16வது அதிகாரம் 16வது வசனத்திலே கர்த்தர் மோசே வழியாக சொல்கிறார், உங்களுக்கு சேர்த்து கொள்ள முடிகிற அளவுக்கு நீங்க சேர்த்து புசித்துக் கொள்ளுங்க. പിറ്റേ ദിവസത്തേക്ക് അത് ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് അവരോട് പറഞ്ഞു. അടുത്ത നാളേക്ക് கொஞ்சம் கூட மீறி வைக்க கூடாது என்று சொல்லி கர்த்தர் சொல்கிறார். എന്നാൽ 20-ാം വാക്യത്തിനകത്ത് പറയുന്നു, എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു, അത് ക്രമിച്ച് നാറി എന്ന് പറയുന്നു. ஆனால் 20வது வசனத்திலே வசனம் இவ்விதமாக சொல்கிறது, மோசேயை கீழ்ப்படியாமல் சில நபர்கள் அடுத்த நாளைக்கு மீதி வைத்தார்கள், அது பூச்சி பிடித்து நாற்றம் எடுத்து அது அழுத்து போனது என்று சொல்லி வசனம் சொல்கிறது. ദൈവം അവർക്ക് കൊടുത്ത മന്ന പിറ്റേ ദിവസത്തേക്കുള്ളതല്ല, അത് അന്നന്നത്തെ ദിവസത്തിന് മാത്രം ഭക്ഷിക്കാനായിട്ടുള്ളതാ. പിറ്റേ ദിവസത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കരുതെന്ന് പറഞ്ഞു. അതനുസരിക്കാതെ അവർ സൂക്ഷിച്ചു വെച്ചപ്പോൾ പിറ്റേ ദിവസം അത് ക്രമിച്ച് നാറിയെന്ന് വചനം പറയുന്നു. மோசே வழியாக கர்த்தர் இஸ்ரவேல் ஜனங்களுக்கு கொடுத்ததான மன்னா அது அந்தந்தைய மன்னா என்று சொல்லி பார்க்கிறோம். அந்த ஒரு நாளைக்கு அது வைத்தால் கெட்டு போவதில்லை, ஆனால் அடுத்த நாளைக்கு அதை மீதி வைத்தால் அது அழிந்து போகிறது, அது பூச்சி பிடித்து நாற்றம் வைக்கிறது என்று சொல்லி வசனத்தில் பார்க்கிறோம். എന്നാൽ ശബത്തിന്റെ തലേ ദിവസം, ஆனால் ஓய்வு நாளினுடைய முந்தின நாள் യഹോവ മോശയോട് പറയുക, ഇന്ന് നിങ്ങൾ 2 ഓമർ മന്ന നിങ്ങൾ പെറുക്കിയെടുക്കുക. கர்த்தர் மோசேனிடத்திலே சொல்கிறார், இந்த நாளில் நீங்கள் தலைக்கு 2 ஓமர் வீதமாக சேர்த்துக் கொள்ளுங்கள். അതുവരെ ഓരോ ദിവസവും 1 ഓമർ മന്നയാണ് ഇവർ ശേഖരിക്കുന്നത്, അതാണ് ഇവർ ഭക്ഷിക്കുന്നത്. അടുത്ത ദിവസത്തേക്ക് വെച്ചത് അത് ക്രമിച്ച് നാറിപ്പോയെന്ന് വചനം പറയുന്നു. அதுவரைக்கும் ஒவ்வொரு நாள் அன்றாடைய ஒரு ஓமர் மன்னாதான் இவர்கள் எடுத்துக்கொண்டார்கள். அது அடுத்த நாளைக்கு வைத்தால் மீதியானது அது புழுப்பிடித்து அது அழுத்து போனது என்று சொல்லி வசனம் சொல்கிறது. പക്ഷെ ശബത്ത് ഡേയുടെ തലേ ദിവസം ദൈവം പറയുക, നിങ്ങൾ അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, 2 ഓമർ നിങ്ങൾ പെറുക്കിയെടുക്കുക. പിറ്റേ ദിവസം ശബത്ത് ഡേയിൽ മന്ന വീഴത്തില്ല, അത് അന്നത്തെ ദിവസത്തെ ഭക്ഷണമായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ஆனால் ஓய்வு நாளினுடைய முந்தின நாளில் கர்த்தர் சொல்கிறார், இந்த நாளில் நீங்கள் தலைக்கு 2 ஓமர் வீதமாக மன்னா எடுத்துக்கொள்ள முடியும், அது ஓய்வு நாளைக்கும் சேர்த்து வைத்துக் கொள்ளலாம் என்று சொல்லி. ശബത്ത് ഡേയിൽ തലേ ദിവസം പെറുക്കിയ അതേ മന്ന പിറ്റേ ദിവസം ഇവർ എടുത്തപ്പോൾ വചനം പറയുന്നു, അത് ക്രമിച്ച് നാറിപ്പോയില്ല എന്ന് വചനം പറയുന്നു.
ஓய்வு நாளுடைய முந்தின நாள் எடுத்த மன்னா ஓய்வு நாளிலே மீதி வைக்கும் பொழுது அந்த இடத்தில் வசனம் சொல்கிறது அந்த மன்னாவானது அது പുഴു പിടിത്ത് നാറ്റം വയ്ക്കവില്ല. പുറപ്പാട് ദിവസം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിനകത്ത് നമുക്കിത് കാണാൻ സാധിക്കും. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളേക്ക് സൂക്ഷിച്ചു വെച്ചു, അത് നാറിപ്പോയില്ല, കൃമിച്ചതുമില്ല. ആമേൻ. யாத்ராகமம் 16வது அதிகாரம் அதனுடைய 24வது வசனத்தில் அதை பார்க்கிறோம். மோசே கட்டளையிட்டபடியே அதை மறுநாள் வரைக்கும் வைத்து வைத்தார்கள். அப்பொழுது அது നാറവും ഇല്ലേ, അതിലെ പൂച്ചി പിടിക്കവും ഇല്ലേ. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിക്കുവാൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു, ഇന്ന് അത് വെളിയിൽ കാണുകയില്ല, 6 ദിവസം നിങ്ങൾക്കത് പെറുക്കണം, ശബത്തായ 7-ാം ദിവസത്തിൽ അത് ഉണ്ടാകുകയില്ല. அமேன். அடுத்த வசனத்தில் நம்ம பார்க்கிறோம். அப்பொழுது மோசே அதை இன்றைக்கு புசியுங்கள், இன்று கர்த்தருக்குரிய ஓய்வு நாள், இன்று நீங்கள் அதை வெளியிலே காண மாட்டீர்கள், 6 நாளும் அதை சேர்ப்பீர்களாக, 7ஆம் நாளில் ஓய்வு நாளாய் இருக்கிறது, அதிலே அது ഉണ്ടായിരാது என்று சொல்கிறார். 27-ാം 28-ാം വാക്യമൊക്കെ ഇങ്ങനെ പറയുക, എന്നാൽ 7-ാം ദിവസത്തിൽ ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയെങ്കിലും കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കുവാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കുവിൻ. ஆமென். ஆனால் அடுத்த வசனத்தை பார்க்கிறோம். 7ஆம் நாளில் ஜனங்கள் சிலர் அதை சேர்க்க புறப்பட்டார்கள், அவர்கள் அதை காணவில்லை. அப்பொழுது கர்த்தர் மோசேயை நோக்கி, என் கட்டளைகளையும் என் பிரமாணங்களையும் கைக்கொள்ள எம்மட்டும் மனதில்லாதிருப்பீர்கள் என்று சொல்லி கேட்கிறார். അപ്പോൾ ശബത്ത് ഡേയിൽ ഉള്ളത് തലേ ദിവസം യഹോവയാം ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓய்வு നാളെ കാണത് അതുക്ക് മുന്തിന നാളെ കർത്തർ ഇവർക്കാக പ്രൊവൈഡ് பண்ணுகிறார். പിറ്റേ ദിവസം ആ മന്ന പെറുക്കുവാൻ പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങളിൽ ചിലർ അത് പെറുക്കുവാൻ പോയി, അവിടെ കണ്ടില്ല. അവരെ നോക്കി യഹോവയാം ദൈവം എന്ത് ചെയ്തു? ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ഓய்வு நாளிலே சில நபர்கள் இந்த மன்னாவை சேர்த்துக் கொள்ளும்படியாக வெளியே போனார்கள், ஆனால் அது அங்கே காணவில்லை. அப்பொழுது கர்த்தர் மோசேயை நோக்கி கேட்கிறார், நீங்க எவ்வளவுக்கு அதிகமாக என்னுடைய கட்டளைகளையும் பிரமாணங்களையும் மீற மனதாய் இருப்பீர்கள் என்று சொல்லி. അപ്പം ശബത്ത് ഡേയിൽ പിറ്റേ ദിവസം മന്ന പെറുക്കാൻ പോലും ഇവർക്ക് അനുവാദമില്ല. തലേ ദിവസം എന്ത് ചെയ്യണം? ഈ ശബത്ത് ഡേയിലേക്കുള്ളത് ഇവർ ശേഖരിച്ച് വെച്ചിട്ട് ആ ശബത്ത് ഡേയിൽ തലേ ദിവസത്തെ മന്ന വേണം ഇവർ ഭക്ഷിക്കുവാൻ. அப்பொழுது ஓய்வு நாளிலே மன்னா சேர்த்து கொள்ள கூட இவர்களுக்கு அனுமதி இல்லை. அந்த நாளுக்கான மன்னா அதனுடைய முந்தின நாளை இவர்கள் சேர்த்து வைத்துக்கொண்டு அதை தான் புசிக்க வேண்டும். മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ ഒരു ശബത്ത് ഡേയിൽ യേശുവും ശിഷ്യന്മാരും വിളഭൂമിയിൽ കൂടെ കടന്നുപോയി, അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തിന്നു തുടങ്ങിയെന്ന് വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ஆனால் இது போலவே மத்தேயு சுவிசேஷம் 12வது அதிகாரத்தில் நாம் பார்க்கிறோம், இது போல ஒரு ஓய்வு நாளில் இயேசுவும் சீஷர்களும் வயல் வழியாக போகிறார்கள். அந்த நாளிலே சீஷர்கள் கதிர்களை பறித்து அதை புசித்தார்கள் என்று சொல்லி. ഇവിടെ നിലത്ത് കിടക്കുന്ന മന്ന പെറുക്കരുതെന്നത് യഹോവയുടെ കൽപ്പനയുള്ളപ്പോൾ ഇവരെന്ത് ചെയ്തു? കതിർ പറിച്ചു തിന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. இங்கே கீழே கிடக்கிறதான மன்னா கூட எடுக்க அனுமதி இல்லை என்று நியாயப்பிரமாணம் சொல்லும் பொழுது சீஷர்கள் கதிர் பறித்து அதை புசித்தார்கள் என்று சொல்லி പരീശന്മാർ അവരെ കണ്ടിട്ട് പറയുക, നിന്റെ ശിഷ്യന്മാർ ശബത്തിൽ വിഹിതമില്ലാത്തത് ചെയ്യുന്നു. அப்பொழுது இதை கண்ட பரிசேயர்கள் இயேசு கிறிஸ்துவை பார்த்து கேட்கிறார்கள், இதோ உம்முடைய சீஷர்கள் இந்த ஓய்வு நாளிலே தகாததை செய்கிறார்கள் என்று. പരീശന്മാർ ഇത് പറയാൻ കാരണം എന്താ? ഇവിടെ ശബത്തിനെ അനുസരിച്ചത് പരീശന്മാരാണ്. இந்த இடத்தில் இந்த ஓய்வு நாளுக்கு கீழ்ப்படுகிறது இந்த பரிசேயர்கள் தான். വചനപ്രകാരം ശബത്തിനെ ലംഘിച്ചത് യേശുവും ശിഷ്യന്മാരുമാണ്. വാർത്തൈ പ്രകാരமாக இந்த ஓய்வு நாளை மறுதலித்தது இயேசுவும் சீஷர்கள். പക്ഷേ യേശുവിനെ നോക്കി പറയുക, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ஆனால் இந்த கர்த்தராகிய இயேசு கிறிஸ்துவை பார்த்து மத்தேயு சுவிசேஷம் 12வது அதிகாரம் 17வது வசனம் சொல்கிறது, இதோ நான் தெரிந்து கொண்ட என்னுடைய தாசன், என்னுடைய உள்ளம் வாஞ்சிக்கிற என்னுடைய நேசன் என்று சொல்றார். ഹല്ലേലൂയ. ഇവിടെ അനുകൂലിച്ചവരെയല്ല, ശബത്തിനെ ലംഘിച്ചവരെ നോക്കി പറയുക, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. இங்கே ஓய்வு நாளுக்கு சாதகமாக இருந்தவர்களை பார்த்தல்ல, ஓய்வு நாளுக்கு விரோதமானதை செய்த இயேசு கிறிஸ்துவை பார்த்து தான் சொல்கிறார், இதோ என்னுடைய உள்ளத்துக்கு பிரியமாயிருக்கிற என்னுடைய நேசன் என்று சொல்லி. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ശബത്തിൽ യേശു പിതാവിന് വിരോധമായിട്ടല്ല ചെയ്തത്,
പിതാവിൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന രീതിയിൽ തന്നെയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. அப்பொழுது ஓய்வு நாளில் பிதாவாகிய தேவனுடைய கட்டளைக்கு விரோதமானதல்ல இயேசுவானவர் செய்தது, പിതാവിനുடைய ഉള്ളം വിരുമ്പുகிறதே தான் യേശുവാനവർ ചെയ്താർ. പരീശന്മാരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ യേശു ഒരിക്കലും ശബത്തിന് വിരോധമായിട്ട് ചെയ്യത്തില്ല. പരിസേയர்களுக்கு சாதகமாக இயேசுவானவர் ஏதாவது செய்தால் ஒருபோதும் ஓய்வு நாளில் அவர் இப்படிப்பட்ட கிரியைகளை செய்ய மாட்டார். അവർ എങ്ങനെയാണോ ശബത്തിനെ കാണുന്നത് ആ രീതിയിൽ മാത്രമേ യേശു പ്രവർത്തിക്കത്തുള്ളൂ. அந்த நபர்கள் ஓய்வு நாளை எவ்விதமாக பார்க்கிறார்களோ അതുപോലவே தான் യേശുവാനവരും செயல்பட்டிருப்பார். യേശു മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിച്ചത്. യേശു തൻ്റെ പിതാവായ സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത്. அப்போ இயேசுவானவர் மனிதர்களை பிரியப்படுத்தும்படியாக அல்ல இந்த பூமியில் வாழ்ந்தது, மாறாக பரலோக தகப்பனுக்கு பிரியமானதை செய்யும்படியாகவே இவர் இந்த பூமியிலே வாழ்ந்தார். സ്വർഗീയ പിതാവിനെ യേശു പ്രസാദിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നു എൻ്റെ പ്രിയൻ എന്ന് പറയുന്നത്. பரலோக தகப்பனுக்கு பிரியமானதை செய்ததினாலே தான் இந்த இடத்தில் வசனம் எவ்விதமாக சொல்கிறது, இதோ நான் தெரிந்து கொண்ட என்னுடைய தாசன் என்னுடைய உள்ளத்துக்கு பிரியமாயிருக்கிற என்னுடைய நேசன் என்று சொல்லுங்க. നിങ്ങളുടെ പ്രവർത്തികൾ ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാ? உங்களுடைய கிரியைகள் யாருக்கு பிரியமாக இருக்கிறது? നിങ്ങൾ സഭയ്ക്കകത്തായിക്കോട്ടെ, വീടിനകത്തായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ടാണോ നിങ്ങൾ പലതും ചെയ്യുന്നത്? உங்களுடைய வீட்டுக்குள்ளேயோ சபைக்குள்ளேயோ வெளியேயோ மனுஷர்களுக்கு பிரியமா இருக்கும்படியாக நீங்க சிலதை செய்கிறீர்களா? നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതാണോ നിങ്ങളുടെ പ്രവൃത്തികൾ? இல்ல, உங்களுடைய கர்த்தருக்கு பிரியமானதை தான் நீங்கள் செய்து வருகிறீர்கள். ഇത് പറഞ്ഞ അപ്പാ എൻ്റെ പ്രവൃത്തികൾ അങ്ങയെ പ്രസാദിപ്പിക്കുന്നതായി മാറട്ടെ. இன்றைக்கு சொல்லுங்க, அப்பா என்னுடைய கிரியைகள் எல்லாம் உமக்கு பிரியமானதாக இருக்கட்டும். എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. என்னுடைய வாழ்க்கையில் கர்த்தர் பிரியமாய் இருப்பாராக. പ്രവൃത്തികളിലും പിതാവാം ദൈവം പ്രസാദിക്കട്ടെ. என்னுடைய ஒவ்வொரு கிரியைகளிலும் என்னுடைய பரலோக தகப்பன் பிரியமாய் இருப்பதாக. അപ്പാ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. அப்பா உம்முடைய சித்தம் என்னுடைய வாழ்க்கையில் நிறைவேற வேண்டுமே என்று சொல்லி മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, மற்றவர்களை பிரியப்படுத்தும்படியாக அல்ல, സ്വർഗ്ഗത്തിലെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി, என்னுடைய பரலோக தகப்பனுக்கு பிரியமாய் இருக்கிற செயல்களை செய்ய, എൻ്റെ സ്വർഗ്ഗ പിതാവ് കാണുന്നത് അതുപോലെ ചെയ്യത്തക്ക വിധം ഒരു ജീവിതം നയിക്കുവാൻ, என்னுடைய பரலோக தகப்பன் செய்து காண்கிறதை அதுபோல செய்கிறதான ஒரு வாழ்க்கை எனக்கு வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, இன்றைக்கு நான் உங்களை பார்த்து தீர்க்கதரிசனமாக சொல்கிறேன், നിങ്ങളുടെ പ്രവൃത്തിയിൽ സ്വർഗീയ പിതാവ് പ്രസാദിക്കാൻ പോകുക. உங்களுடைய கிரியைகளிலே பரலோக தகப்பன் பிரியமாக போகிறார். പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടാൻ പോകുക. பிதா வாஞ்சிக்கிற ஆசைப்படுகிற நிலவாரத்துக்கான ஒரு வாழ்க்கை உங்களுடைய வாழ்க்கையில் வெளிப்பட നിങ്ങൾ போகிறது. എന്തു ചെയ്താലും സ്വർഗത്തിലെ പിതാവ് അത് കാണുന്നുണ്ട്. நீங்கள் எதை செய்தாலும் உங்களுடைய பரலோக தகப்பன் அதை பார்க்கிறார். നിങ്ങൾ നിങ്ങളുടെ സഭയിൽ എങ്ങനെയാണോ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അത് കാണുന്നുണ്ട്. உங்களுடைய சபைக்குள் நீங்க எவ்விதமாக இருக்கிறீர்களோ அதை உங்களுடைய பரலோக தகப்பன் காண்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ അവരുടെ കൺമുമ്പിൽ വേല ചെയ്താൽ സ്വർഗത്തിലെ പിതാവിന് അതിനകത്ത് പ്രസാദിക്കാനോ പ്രതിഫലം തരുവാനോ സാധിക്കത്തില്ല. நீங்கள் மனுஷர்களை பிரியப்படுத்தும் அளவுக்கு அவர்களுடைய கண்களுக்கு முன்பதாக பிரியமானதை செய்தால் அதிலே ஒருபோதும் உங்களுடைய பரலோக தகப்பன் பிரியமாக இருக்க மாட்டார். എന്നാൽ നിങ്ങളുടെ പ്രവൃത്തി ലോകത്തിലുള്ള ഒരു മനുഷ്യനും കണ്ടില്ലെങ്കിൽ പോലും, അതിന് തക്ക പ്രതിഫലം തന്നില്ലെങ്കിൽ പോലും, നിങ്ങൾ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അതിൽ പ്രസാദിക്കും, അതിന് തക്ക പ്രതിഫലം തരികയും ചെയ്യും. എന്നാൽ உங்களுடைய கிரியைகள் இந்த உலக பிரகாரமான ஒரு மனுஷன் காணாவிட்டாலும் அதற்கு தக்கதான ஒரு பலன் கிடைக்காவிட்டாலும் உங்களுடைய கிரியைகளை காண்கிற ஒரு நல்ல பரலோக தகப்பன் உங்களுக்கு நிச்சயமாக വചനം പറയുന്നു, 2 Corinthians chapter 5 verse 10 പറയുന്നു, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായെങ്കിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്ന്. 2 Corinthians 5வது அதிகாரம் அதனுடைய 10வது வசனம் இவ்விதமாக சொல்கிறது, ஆமென். ஒருவன் சரீரத்தில் இருக்கும்போது அவன் செய்கிறது நன்மையாகிலும் தீமையாகிலும் ஒவ்வொருவருடைய செயல்களுக்கு தக்கதான பிரதிபலனை பெற்றுக்கொள்ளும்படியாக ஒவ்வொருவரும் ஆமென் கர்த்தராகிய இயேசு கிறிஸ்துவினுடைய ന്യായാസനத்துக்கு മുൻപാக நிற்க வேண்டும் என்று சொல்லி യേശു പറഞ്ഞിട്ടുണ്ട്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവാനവർ சொல்கிறார், பிதாவினுடைய சித்தம் செய்யும்படியாகவே நான் வந்திருக்கிறேன். അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. என்னை அனுப்பினவருடைய கிரியைகளை பூரணமாக்கும்படியாகவே நான் வந்திருக்கிறேன். നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ പിതാവിന് ഒരു പദ്ധതി ഉണ്ടെന്നേ. உங்களை குறித்து பரலோக தகப்பனுக்கு ஒரு திட்டம் இருக்கிறது. സ്വർഗത്തിലെ പിതാവിന് ഒരു വലിയ പ്ലാൻ ഉണ്ട്. உங்களை குறித்து பரலோக தகப்பனுக்கு ஒரு பெரிதான திட்டம் இருக்கிறது. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഈ പിതാവിന് യാതൊരുവിധ പ്ലാനും ഇല്ലെന്നാണ്. நீங்க நினைக்கிறீங்க உங்களை
குறித்து பரலோக தகப்பனுக்கு எந்த திட்டமும் ഒരു இல்லை. സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു തീർക്കാനുള്ളതാണ് ജീവിതമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ஒரு சாதாரண மனுஷனை போல வாழ்ந்து முடிக்க வேண்டியதான் உங்களுடைய வாழ்க்கை என்று சொல்லி நீங்க ഇല്ല, நம்புறீங்க. പിതാവ് വലിയൊരു പദ്ധതിയോട് കൂടിയ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. இல்ல அன்பானவர்களே, பிதாவானவர் ஒரு பெரிய திட்டத்தோடு கூட உங்களை இந்த பூமிக்கு அனுப்பியிருக்கிறார். വലിയൊരു പദ്ധതി, വലിയൊരു പ്ലാൻ നിങ്ങളുടെ മേൽ വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചിരിക്കുന്നത്. ஒரு பெரிய திட்டம் உங்க மேல வைத்துதான் உங்களை இந்த பூமிக்கு அனுப்பியிருக்கிறார். വചനം പറഞ്ഞു നിങ്ങളെ മുൻ നിയമിച്ചത് തന്നെ പുത്രന്റെ സ്വരൂപത്തോട് നിങ്ങൾ അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ്. உங்களை பிதாவானவர் முன்னழைத்ததே அவருடைய குமாரனுடைய சாயலுக்கு ஒப்பாகும்படியாகவே இந்த வசனம் சொல்கிறது. മാത്രമല്ല, നിങ്ങളെ കൊണ്ട് യുണീക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പിതാവിന് വലിയ പദ്ധതിയുണ്ട്. அது மட்டுமல்ல அன்பானவர்களே, உங்களை வைத்து வித்தியாசமான சில காரியங்களை செய்தெடுக்க கர்த்தருக்கு சில திட்டங்கள் இருக்கிறது. യേശുവിനോട് എത്രത്തോളം കണക്റ്റഡ് ആവുന്നു, എത്രത്തോളം അടുക്കുന്നുവോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അധികമായി വെളിപ്പെട്ടു വരും. நீங்க இயேசு கிறிஸ்துவோடு எவ்வளவுக்கு அதிகமாக இணைந்து கொள்கிறீர்களோ அவ்வளவுக்கு அதிகமாக உங்களை குறித்து உங்களுடைய பரலோக தகப்பனுடைய திட்டம் என்னவென்று சொல்லி அவர் உங்களுக்கு നിങ്ങൾക്ക് യേശുവായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നത്. உங்களுக்கு கர்த்தராகிய இயேசு கிறிஸ்துவோடு ஒரு உறவு இல்லாமல் இருப்பதுதான் உங்களை குறித்ததான பரலோக திட்டம் என்னவென்று சொல்லி இன்னும் நீங்கள் அறியாமல் இருக்க காரணம். നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് തിന്മയ്ക്കായിട്ടുള്ളതല്ല, അത് നന്മയ്ക്കായിട്ടുള്ളതാണെന്ന് വചനം പറയുന്നു. வார்த்தை சொல்கிறது உங்களுக்கான தெய்வீக திட்டம் அது ஒருபோதும் தீமைக்கு அல்லவே நன்மைக்கு ஏதுவாக இருக்கிறது. ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വചനം പറയുന്നു. வார்த்தை சொல்கிறது தம்மை நேசிக்கிறவருக்கு அவருடைய நிர்ணயத்தின் பிரகாரமாக அழைக்கப்பட்டவர்களுக்கு சகலமும் நன்மைக்கு ஏதுவாக நடக்கிறது என்று ഹല്ലേലൂയ, നന്മയ്ക്കായിട്ടുള്ള ഒരു ദൈവിക പദ്ധതി. ஹalleluya, நன்மைக்கான ஒரு தெய்வீக திட்டம். തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ള ഒരു ദൈവ പദ്ധതി. தீமைக்கானதல்ல, நன்மைக்கு ஏதுவான தெய்வீக திட்டம். ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ, ആ സാഹചര്യത്തിനകത്ത് നന്മയ്ക്കായിട്ടുള്ള ഒരു ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരാൻ തുടങ്ങും. நீங்க என்ன சூழ்நிலையில இருக்கிறீர்களோ அந்த சூழ்நிலையில கர்த்தராகிய இயேசு கிறிஸ்துவினுடைய கருத்தில் ஒப்பு கொடுங்க. உங்களுடைய நன்மைக்கு ஏதுவான சில தெய்வீக திட்டங்கள் உங்களை குறித்து கர்த்தருக்கு இருக்கிறது. ജീവിതത്തിൽ നിങ്ങൾക്ക് അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് നിമിത്തം, മരണം നിമിത്തം ഒത്തിരി ദുഃഖത്തിലായിരിക്കുന്നവർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. வாழ்க்கையிலே உங்களுக்கு மிக முக்கியமான நபர்களுடைய மரணம் நிமித்தமாக காயத்தில் இருக்கிற சில நபர்கள் எங்களை கேட்டுக்கொண்டிருக்கிறீங்க. വളരെ ദുഃഖത്തിലാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ரொம்ப துக்கத்தோட எங்களை கேட்டுக்கொண்டிருக்கிறீங்க. വളരെ പ്രയാസത്തിലാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ரொம்ப பிரயாசத்தில் எங்களை கேட்டுக்கொண்டிருக்கிறீங்க. എന്നാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുമല്ല, കർത്താവിന്റെ വലിയൊരു പദ്ധതി നിങ്ങളുടെ മേൽ നിറവേറാൻ പോകുകയാണ്. உங்களுடைய வாழ்க்கை இங்க முடிந்து போவதில்லை. கர்த்தருடைய விசேஷ விதமான திட்டங்கள் உங்களுடைய வாழ்க்கையில் நிறைவேறுகிறது. ദൈവ പ്രവൃത്തി നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. பெரிதான கர்த்தருடைய செயல்கள் உங்களை குறித்து கர்த்தருக்கு இருக்கிறது. ഇത് അവസാനമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പുതിയത് ചില ആരംഭത്തിലേക്ക് നിങ്ങളെ നടത്താൻ. இது முடிவல்ல, உங்களுடைய வாழ்க்கையில் புதிய சில ஆரம்பங்களுக்குள்ளாக கர்த்தர் உங்களை நடத்த போகிறார். ഹല്ലേലൂയ. പദ്ധതി തിരിച്ചറിഞ്ഞാൽ ദൈവപ്രസാദത്തിലേക്ക് നിങ്ങൾക്ക് നടത്തപ്പെടുവാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. அந்த திட்டத்தை நீங்க புரிந்து கொண்டால் கர்த்தருடைய பிரியத்துக்குள்ள உங்களால நடத்தி செல்ல முடியும். ഇവിടെ പരീശന്മാരുടെ മുമ്പിൽ യേശുവും ശിഷ്യന്മാരും ശബത്തിൽ വിഹിതമില്ലാത്തത് ചെയ്തവരാ. இங்கே பரிசேயர்களுடைய கண்களுக்கு முன்பதாக இயேசுவும் சீஷர்களும் ஓய்வு நாளுக்கு സാധകമല്ലാത്തതേ ചെയ്തവர்கள். എന്നാൽ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ഇവർ ശബത്തിൽ വിഹിതമായിട്ടുള്ളതാ ചെയ്തിരിക്കുന്നത്. ஆனால் நம்முடைய பரலோக தகப்பனுக்கு முன்பதாக இவர்கள் ஓய்வு நாளிலே செய்யத்தக்கதானதை தான் செய்திருக்கிறார்கள். നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ തിന്മയായിട്ട് തോന്നാം, പക്ഷെ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രസാദമുള്ളത് ചെയ്താൽ അതിന് തക്ക പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ പിതാവ് നൽകുവാൻ തുടങ്ങും. നിങ്ങൾ മനുഷ്യരുടെ മുൻപதாக தகாததாக சிலது தோணலாம், ஆனால் பரலோக தகப்பனுக்கு முன்பதாக நீங்க அவருக்கு பிரியமானதையே செய்து கொள்ளலாம். അതുകൊണ്ട് കർത്താവിനെ അവർ നശിപ്പിക്കാൻ, തകർക്കാൻ നോക്കിയിട്ടും പിതാവാം ദൈവം യേശുവിനെ അധികമായി ഉയർത്തിയത്. அதனால தான் அவர்கள் பல முறையும் இயேசு கிறிஸ்துவை அழிக்க பார்க்கும் போதும் பிதாவானவர் அவர்களுக்கு முன்பதாகவே இயேசு கிறிஸ்துவை എല്ലാ നാമത്തിലും മേലായ നാമമായി യേശു ക്രിസ്തുവിന്റെ നാമം മാറുവാൻ കാരണം അതാ. எல்லா நாமத்திற்கும் மேலான நாமமாக இயேசு கிறிஸ்துவினுடைய நாமம் மாற காரணம் இதுதான். പിതാവിന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവാം ദൈവം യേശുവിനെ നോക്കി പറയുന്നത്. ആമേൻ. പിതാവുக்கு முன்பதாக பிரியமானதை செய்ததினாலதான் இவர் என்னுடைய நேசகுமாரன், இவர் மீது நான் பிரியமாய் இருக்கிறேன் என்று சொல்லி இயேசுவானவர் சொல்கிறார். യേശു ക്രിസ്തുവിന്റെ 30ാമത്തെ വയസ്സിലാണ് സ്വർഗം തുറന്നു പിതാവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. இயேசு கிறிஸ்துவினுடைய 30வது வயதிலே தான் இவர் என்னுடைய நேசகுமாரன், இவர் மீது நான் பிரியமாய் இருக்கிறேன் என்றதான சத்தம் வருகிறது. കാരണം ആ 30 വയസ്സ് വരെ യേശു പിതാവിന് പ്രസാദമുള്ള രീതിയിലാണ് തന്നെയാണ് ജീവിച്ചത്.
காரணம் அந்த 30வது வயது வரைக்கும் യേശുവാனவர் പിതാവുക്ക് பிரியமானதை தான் செய்து வந்தார். ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമമാക്കി യേശുവിന്റെ നാമം മാറ്റി. ஆதலால் எல்லா நாமத்திற்கும் மேலான നാമத்துக்குடையவராகிய യേശുവാனവരെ പിതാവാനവർ മറ്റുള്ളവർ നിങ്ങളെ തള്ളിയാലും ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വർഗീയ പിതാവിന് പ്രസാദമുള്ളത് ചെയ്താൽ ഒരിക്കലും പിതാവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, നിങ്ങളെ അധികമായി മാനിച്ച് ഉയർത്തുവാൻ തുടങ്ങും. ആമേൻ. மனுஷர்கள் உங்களை தள்ளினாலும் புறக்கணித்தாலும் நீங்கள் பிதாவாகிய தேவனுக்கு முன்பதாக அவருக்கு பிரியமானதை செய்தீர்கள் என்று சொன்னால் நிச்சயமாகவே மனுஷர்களுக்கு முன்பதாக உங்களுடைய பரலோக தகப்பன் உங்களை உயர்த்துவார். ഹല്ലേലൂയ. 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 ഇവിടെ യേശു ആ വരണ്ട കൈയുള്ള വ്യക്തിയെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാർ എന്ത് ചെയ്തു? യേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു എന്ന് പറയുന്നു. ആമേൻ. இந்த இடத்திலே இயேசுவானவர் ஓய்வு நாளிலே கை சூம்பின ஒரு நபரை சுகமாக்கும்போது இயேசுவை கொல்ல பரிசேயர்கள் திட்டமிட்டார்கள் என்று சொல்லி வசனத்தில் நாம் பார்க்கிறோம். യേശു രോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് ഇവർ യേശുവിനെ നശിപ്പിക്കാൻ നോക്കിയതെങ്കിൽ യേശു ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പല ദിവസങ്ങൾ പല സമയങ്ങളിൽ യേശു ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവർ യേശുവിനെ നശിപ്പിക്കാൻ പദ്ധതി ഇടേണ്ടതാണ്. இயேசு கிறிஸ்து ஒரு நோயாளியை சுகமாக்கினதுனால தான் இவர்கள் இயேசுவை கொல்ல பார்த்தார்கள் என்று சொன்னால் இயேசு இதற்கு முன்பதாக அநேகம் தடவை அநேகம் இடங்களில் அநேகம் நோயாளிகளை സ്വസ്ഥമാക്കി இருக்கிறார். പക്ഷെ ഇവിടെ വരണ്ട കൈയുള്ളൊരു വ്യക്തിയെ സൗഖ്യമാക്കിയത് കൊണ്ടല്ല പരീശന്മാർ യേശുവിനെ നശിപ്പിക്കാൻ നോക്കുന്നത്. இங்கே கை சூம்பினதான ஒரு மனுஷனை സ്വസ്ഥമാക്കിனதுனாலே அல்ல இந்த பரிசேயர்கள் இயேசு கிறிஸ்துவை அழிக்க பார்த்தது. അതൊരു ശബത്തിന്റെ ദിവസമായതുകൊണ്ടാണ് പരീശന്മാർ യേശുവിനെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തത്. അതൊരു ഓய்வு നാളാக இருந்ததினாலே தான் பரிசேயர்கள் இயேசு கிறிஸ்துவை அழிக்க பார்க்கிறார்கள். എന്തുകൊണ്ടാണ് ശബത്തിൽ യേശു രോഗിയെ സൗഖ്യമാക്കിയതുകൊണ്ട് ഇവർ യേശുവിനെ കൊല്ലുവാൻ പദ്ധതി ഇടുന്നത്? ஏன் ஓய்வு நாளில் இயேசு ஒரு நோயாளியை സ്വസ്ഥമാക്കിனതിനാൽ இவர்கள் இயேசு கிறிஸ்துவை கொல்ல முயற்சிக்கிறார்கள். കാരണം പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിന്റെ 13 വാക്യത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. ஏனென்றால் யாத்ராகம புத்தகம் 31 அதிகாரம் அதனுடைய 13வது வசனம் இவ்விதமாக சொல்கிறது. വചനം പറഞ്ഞു, ശബത്ത് ആചരിക്കണം. வசனம் சொல்கிறது, ஓய்வு நாளை கொண்டாடவும், അത് വിശുദ്ധമാകുന്നു, அது பரிசுத்தமாக இருக்கிறது. സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക അല്ലെങ്കിൽ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെബ്രായ പദം ഷമാർ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. கொண்டாடுவது ஆசரிப்பது என்பதனுடைய எபிரேய மொழி ஷமார் என்றதான ഷമാർ வார்த்தை. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്നാണ്. ஆமென். ஷமார் என்றால் நீங்கள் அதை பாதுகாத்துக் கொள்ள നിങ്ങൾ അതിനെ வேண்டும், ആഘോഷിക്കണമെന്നാണ്. நீங்க அதை கொண்டாட வேண்டும், നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ്. நீங்க அதை செலிப்ரேட் பண்ண வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. ശബത്ത് ഡേയിൽ ശബത്തിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ദൈവം പറയുന്നത്. அப்போ ஓய்வு நாளை நீங்கள் நிச்சயமாக கொண்டாட வேண்டும் என்று சொல்லிதான் கர்த்தர் சொல்கிறார். അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു എന്ന വചനം പറയുന്നത്. ஆமென். அது உங்களுக்கு பரிசுத்த நாள் என்று சொல்லி வார்த்தை சொல்கிறது. 14 വാക്യത്തിനകത്ത് പറയുക, അത് അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ஆமென். 14வது வசனத்தில் சொல்கிறது, அதை பரிசுத்த குலைச்சலாய் எண்ணுகிறவன் கொலையுண்ட கடவன் என்று சொல்லி. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് എക്സോഡക്സ് 31:14 പറയുന്നു. யாத்ராகமம் 31வது அதிகாரம் அதனுடைய 14வது வசனத்தில் விதமாக சொல்கிறது, அதிலே வேலை செய்கிற எந்த ஆத்துமாவும் தன் ஜனத்தின் நடுவில் இராதபடிக்கு அறுப்புண்டு போவான் என்று சொல்லி. ഈ കൽപ്പന പരീശന്മാരുടെ മുമ്പിൽ, ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് യേശു ശബത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ യേശുവിനെ അവരുടെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടത്. இப்படி ஒரு கட்டளை இஸ்ரவேல் ஜனங்கள் நடுவில் இருப்பதனாலதான் இயேசுவானவர் ஓய்வு நாளிலே ஒரு நோயாளியை സ്വസ്ഥമാക്കും போது இயேசு கிறிஸ்துவை கொல்லும்படியாக அவர்கள் திட்டமிடுகிறார். ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. இப்பொழுது நாங்கள் உங்களுக்காக ஜெபிக்க നിങ്ങൾ போகிறோம். വിശ്വസിക്കുന്ന ഇപ്പോൾ തന്നെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. நீங்கள் വിശ്വസിக்க வேண்டும். இப்பொழுதே இயேசுவானவர் உங்களுடைய வாழ்க்கையில் அற்புதங்களை യേശുവിന്റെ വലിയ செய்கிறார். സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ഇറങ്ങി വരും. இயேசுவுடைய பிரதான பிரசன்னம் இப்பொழுதே உங்களுடைய வீட்டுக்குள்ள இறங்கி வருகிறது. തകർന്ന അവസ്ഥയിലായിരിക്കുന്നത്, உங்களுடைய குடும்பம் உடைக்கப்பட்ட நிலையில் இருக்கிறது, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്, ஒரு நிம்மதி இல்லாத நிலைமையில் இருக்கிறது, സമാധാനമില്ലാത്ത അവസ്ഥയിലായിരിക്കും. சமாதானம் இல்லாத சூழ்நிலையில் പല இருக்கிறீங்க. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ பல അനുഭവിച്ചുകൊണ്ടിരിക്കും. பிரச்சனைகள் உங்களுடைய வாழ்க்கையை நீங்க அனுபவிக்கிறீங்க. മദ്യം നിമിത്തം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും. மதுபானம் நிமித்தமாக உங்களுடைய குடும்பத்தில் சமாதானம் இல்லாத சூழ்நிலை. കടബാധ്യത നിമിത്തം
നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നു. கடன் பிரச்சனை மூலமாக உங்க குடும்பத்தில் சமாதானம் இல்லாமல் இருக்கிறது. തെറ്റായ ചില ബന്ധങ്ങൾ നിമിത്തം കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നു. தவறான உறவுகள் மூலமாக குடும்பத்தில் சமாதானம் இல்லாத சூழ்நிலை. ഇപ്പോൾ അത്ഭുതം ചെയ്യുക. ஆனால் இயேசுவானவர் உங்கள் வீட்டுக்குள் அற்புதம் செய்கிறார். അവസ്ഥ യേശു മാറ്റുക. உங்களுடைய தகர்ந்த அனுபவத்தை இயேசுவானவர் மாற்றுகிறார். യേശു ക്രിസ്തുവിൽ ഒരു പുതു ജീവൻ നിങ്ങൾക്ക് നൽകുക. இயேசு கிறிஸ்துவுக்குள் ஒரு புது ஜீவன் உங்களுக்கு ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. இயேசு கிறிஸ்துவுடைய கரங்களுக்கு உங்களை വിളിച്ചു തുടങ്ങിയ இயேசுவே என்று அழைங்க. ഓ നിങ്ങളുടെ ജീവനും പുനരുത്ഥാനമായ യേശുവിന്റെ കരങ്ങൾ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. உங்களுடைய ஜீவனும் உயிர்த்தெழுதலுமான இயேசுவுடைய கரத்தில் உங்களை வாழ்க்கை ஒப்புக்கொடுங்க. രക്ഷകനായ യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. உங்களுடைய രക്ഷകராய் இருக்கிற இயேசுவுடைய கரத்தில் உங்களுடைய வாழ்க்கை ஒப்புக்கொடுங்க. സ്ഥിതികൾ മാറുന്നു. உங்க കുടുംബത്തിന്റെ സൂழ்நிலைകൾ മാറുகிறது. സൗഖ്യമാകുന്നു. യേശു ഇപ്പോഴേ உங்களை സുഖമാക്കുകയാണ്. രോഗികൾ സൗഖ്യമാകുന്നു. நோயாளிகள் சுகமாகிறீங்க. രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. உங்களுடைய நோய்களை இயேசு വിശ്വസിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കുന്നു. വിശ്വസിക്കുന്നവர்கள் மீது അത്ഭുതങ്ങൾ നടക്കുന്നു. എഴുന്നേൽക്കുന്നു. തളർന്നു കിടക്കുന്നവர்கள் எழும்புறீங்க. കണ്ണിന് കാഴ്ച ഉണ്ടാകുന്നു. കണ്ണുകൾക്ക് പാർവൈ വരുகிறது. കാതുകൾ അത്ഭുതങ്ങൾ ചെയ്യുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുകയാണ്. യേശു ഉങ്ങളുടെ കുടുംബത്തിലുള്ള സൂழ்நிலைகளை മാറ്റുകയാണ്. എല്ലാ കടബാധ്യതകൾ മാറട്ടെ. അപ്പോൾ എല്ലാ കടബാധ്യതയും മാറട്ടെ. പിതാവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന കുടുംബമായി ഇവർ മാറട്ടെ. പിതാവിന്റെ ചിത്തപ്രകാരமாக வாழ்கிற മദ്യത്തിന്റെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. മദ്യപാനത്തിനുடைய അസുത്താവികൾ മഹേഷിനെ യേശു സ്വതന്ത്രമാക്കുന്നു. മഹേഷ് യേശു വിടുതലയാക്കുകയാണ്. ഓ അവന്റെ കുടുംബത്തിനകത്ത് വലിയ സമാധാനത്തെ കർത്താവ് പകരുന്നു. കുടുംബത്തിൽ സമാധാനത്തെ യേശുവാനവർ അധികമായി കൃപ ഓരോരുത്തരിലേക്കും പകരുന്നതിനായി സ്തോത്രം. அதிகமான கிருபை ஒவ்வொருவர் மீதும் கர்த்தர் பகிர்கிறார். കർത്താവേ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ஒவ்வொருவரை நாங்கள் ஆசீர்வதிக்கிறோம் அப்பா. അങ്ങ് ഇവരെ വിടുതലാക്കുന്നതിനായി നന്ദി. ഇവരെ വിടുതലയാക്കുവதற்காக സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. മഹിമയെല്ലാം ഉമക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഏരാളമായി ആശീർവദിപ്പാരാകട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് മൂന്നാർ ഗിൽഗാൽ ഹാളിൽ നമ്മുടെ സൺഡേ വർഷിപ്പ് ഉണ്ട്. അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എല്ലാ ഞായറ്റുക്കിഴമയും കാലയിൽ 10 മണിക്ക് മൂന്നാർ ഗിൽഗാൽ ഹാളിൽ നമ്മുടെ ഞായർ ആരാധന இருக்கிறது. அந்த ആരാധനയ്ക്ക് ഉങ്ങളെ അനേവരെയും ഞങ്ങൾ വരവേൽக்கிறோம். എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 എല്ലാ സൺഡേ മോർണിംഗ് 7:30 സൂമിനകത്ത് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുക. എല്ലാ വെള്ളിക്കിഴമയും മാலை 6:30 മണിക്കും എല്ലാ ഞായറ്റുക്കിഴമയും കാലയിൽ 7:30 മണിക്കും നമ്മുടെ സൂം മീറ്റിങ്ങിൽ നമുക്ക് പ്രയർ இருக்கிறது. നിങ്ങൾ എല്ലാവരും ജോയിൻ பண்ணுங்க. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഈ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. உங்களுடைய எல்லா ஜெப விண்ணப்பங்கள், உங்களுடைய எல்லா சாட்சியங்கள் எங்களை தொலைபேசி மூலமாக அறிவித்து கொள்ளுங்க. டிவி ஸ்க்ரீனில் பார்க்குற நம்பரில் உங்களுக்கு வாட்ஸ்அப்பில் எங்களுக்கு டெக்ஸ்ட் மெசேஜ் பண்ண முடியும். ഞങ്ങളുടെ എല്ലാ മെസ്സേജുകളിലും യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. எங்களுடைய எல்லா செய்திகளும் யூடியூபில் உங்களுக்கு அவைலபிளாக இருக்கிறது. ഞങ്ങളുടെ എല്ലാ മെസ്സേജുകളും യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. எங்களுடைய எல்லா செய்திகளும் யூடியூப் வழியாக உங்களால் கேட்டுக்கொள்ள முடியும். 24 hours ഞങ്ങളുടെ വർഷിപ്പ് മെസ്സേജുകൾ കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ഉണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. 24 மணி நேரமும் துதி ஆராதனை அதுபோல் எங்களுடைய தேவ செய்திகள் நீங்கள் கேட்க விரும்பினால் ஆன்லைன் ரேடியோ 24 மணி நேரம் ஆன்லைன் ரேடியோ அது பிளே ஸ்டோர்ல இருந்து உங்களுக்கு டவுன்லோட் பண்ண முடியும். கர்த்தர் உங்களை அனுகிரகிக்கட்ടെ. கர்த்தர் உங்களை ஆசீர்வதிப்பாராக.